ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഞാൻ സേമിയ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് അതിനാവശ്യത്തിലുള്ള ചൗവരിയെ, കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, റൈസിൻസ് എടുത്തിട്ടുണ്ട്, ഏലക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, 6 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചാർച്ച പാലാണ്. ഇത് പാക്കറ്റ് കിട്ടുന്ന പാലാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാമേ. സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമേ. അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കാമേ. സേമിയ ഇതുപോലെ വറുത്തെടുക്കണേ. സേമിയ പായസത്തിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി ഈ കാഷ്യൂ റൈസിൻസും കൂടെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. എടുത്ത് വെച്ചിരിക്കുന്ന ചൗവരിയെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാമേ. ഈ ചൗവരി എല്ലാം ഒന്ന് പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സേമിയ അടിക്ക് പിടിക്കാനിടയുണ്ട്. പാല് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ റൈസിൻസ് അതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തത്. കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഓപ്ഷനിലാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ സേമിയ പായസത്തിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാണ്. ഇത് ഇത്രയും മതിയേ. കൂടുതൽ പറ്റിയാൽ പിന്നെ അത് നമ്മൾ സേമിയ കുടിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. പിന്നെ ഭയങ്കര അത് തിക്കായിട്ടിരിക്കുവേ. അപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.